ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും അനന്തമായ കരുണയും സൗഖ്യവും നമ്മുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളേവരെയും കാത്തുപരിപാലിക്കുകയും വഴി നടത്തുകയും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യാവുന്ന ശുശ്രൂഷകൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും കുടുംബത്തിനും സഭയ്ക്കും ലോകത്തിനും ഉതകുന്ന രീതിയിൽ നമ്മളെ വാർത്തെടുക്കുകയും ചെയ്യുന്ന ഓരോ ശുശ്രൂഷ മേഖലകളിലേക്കും നമ്മളെ നയിക്കുന്ന ശക്തനായ ദൈവത്തിന് ഹൃദയപൂർവകമായ നന്ദി അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ നമ്മളിന്ന് കാണുകയാണ്. എന്നുവെച്ചാൽ 6 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളിന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം കണ്ണിന് മൂടലുള്ള, പ്രത്യേകിച്ച് വലത് കണ്ണിന് മൂടൽ അനുഭവപ്പെടുന്ന, പാട വന്ന് നിറഞ്ഞു നിൽക്കുന്നത് പോലെ കണ്ണ് ചലിപ്പിക്കുവാൻ പറ്റാത്ത വിധം കാഴ്ചകൾക്ക് കുറവ് സംഭവിക്കുന്ന വ്യക്തികളെ ഈ നിമിഷം ദൈവസന്നിധിയിൽ ഞങ്ങൾ ഉയർത്തുന്നു. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണല്ലോ. ഇന്നേ ദിവസം തന്നെ ആ മക്കൾക്ക് ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ അവരെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിന് കർത്താവെ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവരെയും ശരീരത്തിന് വിവിധ രോഗത്താൽ വിഷമിക്കുന്നവരെയും പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥ, അവരെയും നീ അനുഗ്രഹിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 6-7 തിരുവചന ഭാഗങ്ങൾ നമ്മൾ ഇന്ന് കാണുകയാണ്. അവിടുന്ന് എങ്ങനെയാണ് പറയുക? നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളും വ്യത്യസ്തങ്ങളാണല്ലോ. ദൈവം നമ്മൾക്ക് പ്രത്യേകമായ കൃപകൾ നൽകിയിട്ടുണ്ട്, അത് അഭിഷേകമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങൾ വ്യത്യസ്തമാണ്. ഈ ഭൂമി രൂപപ്പെടുത്തിയ കർത്താവ് ഈ ഭൂമിയിലുള്ള ജോലികളൊക്കെ ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുക. അവരവരുടെ ജോലികൾ നന്നായി ചെയ്യുമ്പോഴാണ് ദൈവസന്നിധിയിൽ വിലയുണ്ടാവുക, ദൈവം പ്രസാദിക്കുക. പ്രിയ സഹോദരങ്ങളെ, അവിടുന്ന് തുടർന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളും വ്യത്യസ്തങ്ങളാണല്ലോ. പ്രവചന വരമുള്ളവൻ വിശ്വാസത്തിന് യോഗ്യമാമിധം പ്രവചിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ അരുളപ്പാട് ആ വ്യക്തിയുടെ ലഭിക്കും. അപ്പോൾ അത് വിശ്വാസത്തിന് യോഗ്യമായ വിധം വേണം പ്രവചിക്കുവാൻ. തുടർന്ന് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾക്ക് പ്രത്യേകിച്ച് ഉപദേശവരം നൽകുന്നവൻ, അല്ലെങ്കിൽ ഉപദേശവരമുള്ളവൻ ഉപദേശം നൽകട്ടെ. അധ്യാപന വൃത്തി ചെയ്യുന്നവൻ, അല്ലെങ്കിൽ അധ്യാപന വരമുള്ളവൻ അധ്യാപനം നടത്തട്ടെ. അപ്പോൾ ഓരോ ജോലിയും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകരെ അധ്യാപനം നടത്തുവാൻ വേണ്ടി ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. സഹായകരെ സഹായിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ശുശ്രൂഷ പരം, അപ്പോൾ ശുശ്രൂഷ നന്നായി ചെയ്യുവാൻ വേണ്ടി ദൈവം വരെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന വരം അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവരെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകട്ടെ. തുടർന്ന് പറയുന്നുണ്ട്, നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെ നേതൃത്വം നൽകണം. അതുപോലെ തന്നെ ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടു കൂടി ദാനം ചെയ്യണം. നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെ ആയിരിക്കണം, ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെ ആയിരിക്കണം, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെ ആയിരിക്കണം. നമ്മൾക്ക് പരസ്പരം സ്നേഹമുണ്ടായിരിക്കട്ടെ. അപ്പോൾ കർത്താവ് നമ്മുടെ അരുളി ചെയ്യുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങൾ വൈവിധ്യമാണ്. ആ ദാനം തിരിച്ചറിഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കുവാൻ ഉള്ള കൃപയ്ക്കായി നമുക്ക് ദാഹിക്കാം. നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും ദാനധർമ്മം ചെയ്യുന്നവൻ ഔദാര്യത്തോടുകൂടിയും
കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടും കൂടി ആയിരിക്കട്ടെ എന്ന് നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. എനിക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങൾ, കർത്താവേ, ദാനം അവിടുത്തെ ഹിതപ്രകാരം സഭയ്ക്ക് യോജിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെയും നീ ഒരുക്കണമേ. ഇന്നലെ നമ്മൾ കണ്ടു, മദ്യപാനിയായ ഭർത്താവ് തൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ശുശ്രൂഷ വരമുള്ള തൻ്റെ ഭാര്യ നന്നായി ശുശ്രൂഷിക്കുന്നത്. ദൈവമേ, യാതൊരു പരിഭവവുമില്ലാതെ പരാതിയുമില്ലാതെ ദൈവം എനിക്ക് തന്ന നിധിയാണെന്ന് കരുതിക്കൊണ്ട് അവൾ തന്നെ മദ്യപാനിയായ ഭർത്താവിനെ സ്വീകരിച്ച് പരിചരിക്കുക നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ, ഇതുപോലെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപകൾ, ദാനങ്ങൾ, അതിനെ പൂർണ്ണതയിൽ ചെയ്തു തീർക്കാനുള്ള കൃപയും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അതാ ഇപ്പോൾ തന്നെ നീ വലത് കണ്ണിൻ്റെ അസ്വസ്ഥതയും രോഗവും വേദനകളും നീ മാറ്റിക്കൊടുക്കുന്നതിന് ഓർ നന്ദി പറയുന്നു. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും നിന്റെ ആത്മാവിന്റെ പ്രവാഹം സമർത്ഥം വന്ന് നിറയട്ടെ. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഏവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും കരുണയും സൗഖ്യവും നമ്മുടെ മുന്നിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പശ്ചാത്താപത്തെക്കുറിച്ചാണ് നാം ഇന്ന് ശ്രമിക്കുക. ഇന്നലെ മാനസാന്തരം എന്താണെന്നും അനുതാപം എന്താണെന്നും നമ്മൾ കണ്ടു. മാനസാന്തരത്തിന് വേണ്ടുന്ന പടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തേത് പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. രണ്ടാമത്തേത് നമ്മളിന്ന് കാണുന്നത് പശ്ചാത്താപമാണ്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ചെയ്തുപോയ തെറ്റിനെക്കുറിച്ചുള്ള ദുഃഖവും പാപിയാണ് എന്നുള്ള ചിന്തയും. ഞാൻ ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് ഈശോയുടെ മുമ്പിൽ ദുഃഖിക്കുന്നു. ഞാൻ അങ്ങയെയാണ് വേദനിപ്പിച്ചത്. 2, ഞാൻ പാപിയാണ് എന്നുള്ള ചിന്തയും. ഇങ്ങനെ ഉള്ള വ്യക്തികൾ പശ്ചാത്താപത്തിൽ മാത്രം ആയിരുന്നാൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. പശ്ചാത്താപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. നമ്മൾ ശുശ്രൂഷയുടെ മേഖലകളിൽ ചിലവരോട് ചോദിക്കാറുണ്ട്, സ്വർഗത്തിൽ പോകുമോ? ഇല്ല, അവിടെ വരെ ഒന്നും പോകാനുള്ള യോഗ്യതയില്ല. ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലം കിട്ടിയേക്കും. ഒരുപക്ഷെ എളിമ കൊണ്ടായിരിക്കാം അവർ പറയുന്നത്. മറ്റൊരു കോണിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ചെയ്ത പാവത്തെക്കുറിച്ചുള്ള ദുഃഖം അവരുടെ ഉള്ളിലുണ്ട്. ആ പാവത്തെക്കുറിച്ചുള്ള ചിന്തയും ആയി അവർ നടക്കുകയാണ്. അതുകൊണ്ട് പാവം ചെയ്തു പോയതുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് അവരുടെ മനസ്സ് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇത് തെറ്റായ ഒരു ചിന്തയാണ്. പാപം ചെയ്താൽ പാപികളെ രക്ഷിക്കാനാണ് ഈശോ മിശിഹ കടന്നു വന്നത്. നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് ഈശോ വന്നത്, അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടി. പാപം ചെയ്ത ഏവർക്കും വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ ബലിയായി തീർന്നത്, ഉദ്ധിതനായത്, ഇന്ന് നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത്. അതുകൊണ്ട് പാവത്തെക്കുറിച്ചുള്ള ദുഃഖമുണ്ടാകാൻ നല്ലതാണ്, പാപിയാന്നുള്ള ചിന്തയും നല്ലതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിക്കണം. മാനസാന്തര അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പശ്ചാത്താപം ചില വ്യക്തികളെ കുറ്റബോധത്തിലേക്ക് നയിക്കും. എനിക്ക് രക്ഷയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി. നമുക്ക് രക്ഷയുണ്ട്, തിരിച്ചറിയണം. നീ ഈശോയിലേക്ക് തിരിഞ്ഞാൽ മാത്രം മതി, ഈശോയോട് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. മാനസാന്തരത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സ്നേഹമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും പാപം നമ്മളെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്ന് തിരിച്ചറിയുക. കുറ്റബോധത്തിലേക്ക് പോയ യൂദാസിനെ നമ്മൾ കാണുന്നുണ്ട്.
നമ്മൾ ഈശോയിലേക്ക് തിരിഞ്ഞാൽ യൂദാസിനും രക്ഷയുണ്ടായാൽ നമ്മൾക്ക് നമ്മുടെ പാപം പൂർണ്ണമായും പാപത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് പാപി എന്നുള്ള ബോധ്യത്തോടു കൂടി ഈശോയുടെ പക്കലേക്ക് നമുക്ക് തിരിയാം. സ്നേഹനാഥനെ ഈശോയെ, പശ്ചാത്താപത്തിലായിരിക്കുന്ന മക്കളെ മാനസാന്തരത്തിലേക്ക് അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവീയമായ ഒരു അനുഭവവും അഭിഷേകവും അവരുടെ മേലുണ്ടാകട്ടെ. പാപിയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈശോ അങ്ങേക്കെതിരാണ് പാപം ചെയ്ത് ഞങ്ങൾ വിചാരിക്കുന്നു. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 3 മുതൽ 13 മുതലുള്ള തിരുവചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ അവനെ പീഡിപ്പിക്കുകയും നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് കരുണ ലഭിച്ചു. തുടർന്ന് പറയുന്നു, എൻ്റെ അറിവില്ലായ്മയിൽ ആണ് ഞാനിത് പ്രവർത്തിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ക്രിസ്തുവിനെ അറിയാതെ ചില ഇസങ്ങളുടെ പിന്നാലെ ഓടുന്നവരുണ്ട്, ചില വ്യവസ്ഥിതികളുടെ പിന്നാലെ ഓടുന്നവരുണ്ട്. അവർ ക്രിസ്തുവിനെ ശരിക്കും അറിഞ്ഞിട്ടില്ല. അതെ, നിനക്കും ഈശോയിൽ രക്ഷയുണ്ട്, തിരിച്ചറിയുക. പശ്ചാത്താപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈശോ നിന്റെ മേൽ കരുണ വർഷിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ ദൈവസ്നേഹ മക്കളെ, നമ്മൾക്ക് ഇപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ അറിവില്ലായ്മയിൽ ഈശോയെ നീ കടന്നു വന്ന് എൻ്റെ മേൽ നീ കരുണ കാണിക്കണമേ. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ കരുണ കാണിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവ് ഞങ്ങൾക്ക് കൊണ്ട് പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.